ഒരു കൊച്ചു സുന്ദര ഗ്രാമം. അവിടെ വീരൻ എന്ന ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. വീരന് കുറെ കൃഷിസ്ഥലങ്ങളും വരയൻ കുതിരകളും മറ്റ് വളർത്തു മൃഗങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, കൂട്ടുകാരെ വരൂ, നമുക്ക് ഈ പുൽമേടിന്റെ കിഴക്ക് ഭാഗത്ത് പോകാം. അവിടെ കുറെ പുല്ലുണ്ടെന്ന് കേട്ടു. ആ, പോയി നോക്കാം. അങ്ങനെ അവർ ആ പുൽമേടിന്റെ കിഴക്ക് ഭാഗത്ത് പോകുന്നു. കൊള്ളാമല്ലോ, നല്ല പച്ച പുല്ല്. ഇന്നത്തെ കാര്യം കുശാലായി. എങ്കിൽ നമുക്ക് വേഗം തിന്നാം, യജമാനൻ വരാനുള്ള സമയമായി. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ പോകുന്ന ഇടത്തെല്ലാം ആ കിളിക്കൂട്ടരുണ്ടല്ലോ. അതെ, ഞാൻ ശ്രദ്ധിച്ചു. അവർ ഇതെന്താ എപ്പോഴും നമ്മുടെ ചുറ്റും. നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റാനുള്ള പദ്ധതി ആയിരിക്കും. നമുക്കിനി സൂക്ഷിക്കണം. അങ്ങനെ മറ്റൊരു ദിവസം, ദേ അങ്ങോട്ട് നോക്ക്, ഇതാ കിളിക്കൂട്ടരല്ലേ, നമ്മുടെ ഭക്ഷണം മോഷ്ടിക്കുന്നു. വേഗം വാ, നമുക്കവരെ ഓടിക്കാം. അങ്ങനെ ഈ വരയൻ കുതിരകളെ കണ്ട ഉടൻ ആ കിളികൾ ഭയന്നു പറന്നു പോകുന്നു. മറ്റൊരു ദിവസം വീണ്ടും കിളിക്കൂട്ടർ വരയൻ കുതിരയുടെ ഭക്ഷണം കഴിക്കുന്നു. എന്താ നിങ്ങളുടെ വിചാരം? ഞങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കുന്നു. ഇനി ഭാഗത്ത് കണ്ടാൽ വിവരമറിയും. ഞങ്ങൾ മോഷ്ടിക്കുകയൊന്നുമല്ല, ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഈ പ്രകൃതിയും പ്രകൃതിയിലെ ഭക്ഷണവും എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ പല പ്രാവശ്യം വരയൻ കുതിരകൾ ഈ കിളിക്കൂട്ടത്തെ ഓടിക്കുന്നു. ഇതിൽ ദുഃഖിതരായ കിളിക്കൂട്ടർ എത്ര ശ്രമിച്ചിട്ടും വരയൻ കുതിരകൾ അവരെ അടുപ്പിക്കുന്നില്ല. നമുക്ക് കൂട്ടുകൂടാം, എല്ലാവർക്കും കൂടി ഈ പുൽമേടുകളിലും കൃഷിയിടങ്ങളിലുമെല്ലാം ഒപ്പം പോകാമല്ലോ. അതൊന്നും നടക്കില്ല, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പൊക്കോ. അങ്ങനെ ദുഃഖിതരായി കിളിക്കൂട്ടർ അവിടെ നിന്നും പറന്നു പോകുന്നു. ഒരു ദിവസം രാത്രി, എടാ അത് നോക്ക്, സിംഹരാജനല്ലേ, വരയൻ കുതിരകളെ പിടിക്കാനായിരിക്കും. വാ, നമുക്ക് വേഗം പോയി പറയാം. കൂട്ടുകാരെ, നിങ്ങളെ ആക്രമിക്കാൻ സിംഹരാജൻ ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചോ. ഇവരെയൊന്നും വിശ്വസിക്കണ്ട, നമ്മുടെ കൂട്ടുകൂടി നമ്മുടെ ഭക്ഷണം മോഷ്ടിക്കാനുള്ള പദ്ധതിയാണ്. പെട്ടെന്ന് സിംഹരാജൻ ഒരു വരയൻ കുതിരയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഓടിക്കോ സിംഹരാജൻ. അങ്ങനെ വരയൻ കുതിര സിംഹരാജന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വന്നു. അതെ, ഞങ്ങളോട് ക്ഷമിക്കണം. അത് സാരമില്ല, എങ്കിൽ നമുക്ക് കൂട്ടുകൂടാം. നാളെ മുതൽ നമുക്ക് പുൽമേടുകളിലും പാടത്തും കൃഷിസ്ഥലങ്ങളിലുമെല്ലാം ഒപ്പം പോകാം. അങ്ങനെ അവരെല്ലാവരും കൂട്ടുകൂടുകയും നല്ല സുഹൃത്തുക്കളാകുകയും ചെയ്യുന്നു.